റോയൽ എൻഫീൽഡ്. ആ പേരിനോട് തന്നെ ഇന്ത്യക്കാർക്ക് പ്രത്യേകമായൊരു വൈകാരിക ബന്ധമുണ്ട്. ഒരു കാലത്ത് സായിപ്പിൻ്റെ കുത്തകയായിരുന്ന കമ്പനി ഇന്ന് ഒരു ഇന്ത്യക്കാരന് സ്വന്തം. എയ്ഷർ മോട്ടോഴ്സ്. റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ കുടുകുടു ശബ്ദമാണ്. അതൊന്ന് കേട്ടു നോക്കാം. ഒന്ന് റേസ് ചെയ്യടാ. കേട്ടില്ലേ? എന്താണ് അതിൻ്റെ ഒരു തമ്പ്. റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് അഥവാ ഇടിമിന്നൽ പക്ഷി എന്ന് പറയുന്ന മോഡൽ നിർത്തലാക്കിയിട്ടാണ് മെറ്റിയോർ അഥവാ ഉൽക്ക എന്നർത്ഥം വരുന്ന ഈ ഒരു സാധനത്തിനെ അവർ JCDC എൻജിനും വെച്ചിട്ട് പടച്ചു വിട്ടത്. വൈബ്രേഷൻസ് ഇഷ്യൂസിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഒരു JCDC എൻജിൻ കൊണ്ട് അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ വാഹനപ്രേമികളുടെ ഒരു ഇഷ്ട വാഹനമായിട്ട് മെറ്റിയോർ 350 മാറുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായ മെറ്റിയോർ 650 എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ബാപ്പയായിട്ട് വരും. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ലോങ് ട്രിപ്പ് പോകാനും അത്യാവശ്യം നോർമൽ യൂസിനും സിറ്റി യൂസിനും എല്ലാം പറ്റിയ രീതിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഓടിക്കുകയാണ് വെച്ചാൽ 35 to 40 ആ റേഞ്ചിൽ മൈലേജും കിട്ടും. വൈബ്രേഷൻസ് ഇഷ്യൂസ് വളരെ കുറവാണ്. ബാക്കിൽ ബാക്ക് റെസ്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു പില്ലിനെ വെച്ചിട്ട് ലോങ് റൈഡ് പോകുമ്പോഴും അടിപൊളി ഓപ്ഷനാണ് ഈ ഒരു വണ്ടി. എത്ര ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും മെറ്റിയോർ 350 എന്ന് പറയുന്ന വണ്ടി ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. ഇത് ഹണ്ടറിനേക്കാൾ സീറ്റായിട്ട് കുറഞ്ഞ വണ്ടിയാണ്. പക്ഷേ എന്താ വെച്ചാൽ തിരിക്കാനും വളയ്ക്കാനും ഹണ്ടറിനേക്കാൾ കുറച്ചും കൂടി നീളം കൂടുതലുള്ളതുകൊണ്ട് തിരിക്കാനും വളയ്ക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് മെറ്റിയോർ 350 എന്ന് പറയുന്ന വണ്ടീനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ആത്മാർത്ഥമായ അഭിപ്രായം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.